എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ താളം തെറ്റിക്കുന്ന കാര്യമാണ് ആശുപത്രി ചിലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന സമയങ്ങളിൽ വലിയ രൂപത്തിലുള്ള ചിലവ് നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ താളം തെറ്റിക്കുന്നതാണ്. നമ്മുടെ അത്രയും കാലത്തെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ കൂടുതലായിട്ടുമുള്ളത്. ഇതിനെല്ലാം തന്നെ പരിഹാരമായിട്ട് സർക്കാർ കൊണ്ടുവന്ന കാര്യമായിരുന്നു ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. ഈ ഒരു ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ നമ്മൾ പ്രത്യേകിച്ച് പണമൊന്നും നൽകേണ്ടതായിട്ട് വരുന്നതല്ല. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു പച്ച ചുവപ്പ് രൂപത്തിലുള്ള ഒരു കാർഡായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. ഏകദേശം 12-13 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഒരു കാർഡ് പ്രധാനമായിട്ട് നമുക്ക് ചിപ്പുള്ള ഒരു കുടുംബത്തിലെ രൂപത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഒരു കുടുംബത്തിൽ 5 അംഗങ്ങളെ ഇതിൽ ചേർത്ത് 5 അംഗങ്ങളെയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു കാർഡ് ലഭിച്ചിരുന്നത്. പിന്നീട് ഈ കാർഡിൽ പല രീതിയിലുള്ള അപ്ഡേഷനുകൾ വന്നുവെങ്കിലും കാര്യമായിട്ടുള്ള പുതിയ അപ്ഡേഷനുകൾ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏകദേശം 12-13 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കാർഡ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ അന്ന് ചില ഗവൺമെൻറ് ആശുപത്രികളിൽ മാത്രമായിരുന്നു ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. സ്വകാര്യ ആശുപത്രികളിലോ ഒട്ടുമിക്ക ഗവൺമെൻറ് ആശുപത്രികളിലോ അന്ന് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നില്ല. പിന്നീട് കൊറോണയ്ക്ക് ശേഷമാണ് ഇത് പ്രൈവറ്റ് ആശുപത്രികളിലും പ്രസവമടക്കമുള്ള കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് അപകട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ കാർഡ് ആദ്യം മുതൽക്ക് പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കാർഡ് അവസാനമായിട്ടും 2018-19 കാലഘട്ടത്തിൽ അവസാനമായിട്ട് ലഭിച്ചിരുന്നതാണ്. പിന്നീട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ പതിച്ച രൂപത്തിലുള്ള കാർഡുകളാണ് പിന്നീട് ലഭിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പറയത്തക്ക രീതിയിലുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ ഇതിൽ വന്നിരുന്നില്ല. ഇപ്പോൾ ഇതാ കഴിഞ്ഞ വർഷം വന്ന ഒരു അപ്ഡേഷനാണ്. ഈ കാർഡിൽ ആർക്കെങ്കിലുമൊക്കെ തന്നെ ഒരാൾക്ക് ഒരു വീട്ടിൽ ഈ ഒരു കാർഡുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ലാമിനേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡ് നമ്മുടെ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റേഷൻ കാർഡിൽ പേരുള്ള മറ്റുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് എമർജൻസി ആയിട്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ നമുക്കൊരു കൗണ്ടർ ഉണ്ടായിരിക്കുകയും ആ ഒരു കൗണ്ടറിൽ ചെന്ന് നമുക്ക് മറ്റ് അംഗങ്ങളെ കൂടെ ചേർക്കുവാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ കൂടുതൽ പണമൊന്നും നൽകേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. ഓരോ പ്രസവത്തിനും ഏകദേശം 12,000 മുതൽ 15,000 രൂപ വരെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്കതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നീട് ഒരു അപ്ഡേഷനാണ് 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. പുതിയ കാർഡ് എടുക്കുവാനും അവർക്ക് അന്ന് സാധിച്ചിരുന്നതാണ്. അന്ന് ഈ കാർഡ് ഒരുപാട് ആളുകൾ എടുത്തിരുന്നുവെങ്കിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. ഇത് തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. അതുകൂടി വന്നു കഴിഞ്ഞാലായിരിക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കറക്റ്റായി തന്നെ മറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നത്. 70 വയസ്സ് കഴിഞ്ഞ കാർഡുള്ള എല്ലാ ആളുകൾക്കും മറ്റ് കാർഡ് എടുക്കുന്ന ആശുപത്രികളിൽ പോലെ തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഇത് മുഖേന ലഭിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ കാർഡിൻ്റെ എടുത്തുകൊണ്ടിരുന്നത്. അന്ന് പല ആളുകൾക്കും കാർഡ് എടുത്തിരുന്നുവെങ്കിലും ചില ആളുകൾക്ക് പിന്നീട് ഇത് ബുദ്ധിമുട്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മാസം അടുത്ത മാസമൊക്കെ പകുതിയാകുന്നതോടുകൂടി തന്നെ അതിനുള്ള പരിഹാരം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും അവരുടെ രേഖകളെല്ലാം തന്നെ ക്ലിയർ ആക്കി വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ ഒരു പുതിയ കാർഡ് എടുക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ലിങ്ക് ചെയ്ത് വയ്ക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. മറ്റ് കറപ്ഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തിരുത്തേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.